എല്ലാവർക്കും നമസ്കാരം. ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ജോയ്സൺ. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, അത് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും പ്ലട്ടോണിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഇതിനുള്ള കാരണം എന്ന് പറയുന്നത്, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അനുഭവിക്കുന്ന ആൾക്കാർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, അതായത് അവർക്ക് ബന്ധമുള്ള ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാനോ വശീകരിക്കാനോ അവർക്ക് ഉപദ്രവിക്കാനോ ശ്രമിക്കുന്നത് കൊണ്ടല്ല. പക്ഷേ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അനുഭവിക്കുന്ന ആൾക്കാർക്ക് സ്വയം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളിൽ നിന്നും വിമുഖത നേടാനായി അവർ സ്വയം ശ്രമിക്കുന്ന ചില പരിശ്രമങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് അനുഭവിക്കുന്ന ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റികൾ കൊണ്ട് അവർ പെരുമാറുന്ന ചില പ്രത്യേക തരത്തിലുള്ള ആ പെരുമാറ്റ രീതികൾ, അല്ലെങ്കിൽ അവരുടെ കൺട്രോൾ ഇല്ലാതെ പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിച്ചും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇമ്പൾസീവായിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടൊക്കെ അവർക്ക് ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അവരുടെ ഒറ്റ ബന്ധങ്ങളിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളുടെ ഒപ്പം ജീവിക്കുന്ന ആൾക്ക് പലപ്പോഴും സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടായി മാറാറുണ്ട്. ഇത് വളരെ വിഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇത് വളരെയധികം ഇത് അനുഭവിക്കുന്നവരൊപ്പം, ഈ പ്രശ്നം അനുഭവിക്കുന്നവരൊപ്പം താമസിച്ച് ജീവിച്ചു പോകുന്നവർക്ക് നിരന്തരം വേദനകൾ, അതുപോലെ തന്നെ പ്രശ്നകാരിയായിട്ട് മാറുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അവ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്, അവ ആഴത്തിൽ തിരിച്ചറിയേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇങ്ങനെ തിരിച്ചറിയുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവരിൽ നിന്നുണ്ടാകുന്നത് ഇവരുടെ രോഗാവസ്ഥ അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രത്യേക തരത്തിലുള്ള വ്യക്തിത്വ വൈകല്യം മൂലമാണ് എന്നുള്ള മനസ്സിലാക്കല്, ആ തിരിച്ചറിയല് നിങ്ങൾക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അനുഭവിക്കുന്ന ആൾക്കാരെ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാനും അവർക്ക് ആവശ്യമായിട്ടുള്ള കെയർ വേണ്ടുന്ന രീതിയിൽ എത്തിക്കാനും അവരുടെ അടുത്ത് ക്ഷമിച്ച് അവരൊപ്പം രമ്യതയിൽ മുന്നോട്ട് പോകാനായിട്ടും നിങ്ങളെ ഏറെ സഹായിക്കുന്നതായിരിക്കും. സോ അധികം വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് ആ വിഷമതകളിലോട്ടും ചലഞ്ചസിലോട്ടൊക്കെ പോകാം. ഇന്ന് നമ്മൾ ചെറുതായിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള സെറ്റപ്പിലാണ് ഇരിക്കുന്നത്. ഇനിയുള്ള സെഷനുകൾ, അല്ലെങ്കിൽ ഇനി നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്ന വീഡിയോകളൊക്കെ കൂടുതൽ നേച്ചറിൻ്റെ അടുത്തൊന്ന് രമ്യതപ്പെട്ട് പ്രകൃതി രമണീയതയിലൊക്കെ ഒന്ന് അലിഞ്ഞു ചേർന്നിട്ടുള്ള രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന്റെ ഭാഗമായിട്ട് തൊട്ടു മുമ്പ് നിങ്ങൾ കണ്ടുള്ള വീഡിയോകളിൽ ചിലതൊക്കെ നമ്മൾ എൻ്റെ വീടിൻ്റെ പുറത്തുള്ള പറമ്പിലും പ്രകൃതി സുന്ദരമായിട്ടുള്ള ചുറ്റുപാടിലൊക്കെ ആയിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ വീടിൻ്റെ, അതുപോലെ തന്നെ എൻ്റെ ക്ലിനിക്കിൻ്റെ മുകളിലുള്ള സ്പേസിലാണ്. ഇപ്പോൾ രാത്രിയാണ്, സോ നല്ല നിലാവൊക്കെയുള്ള രാത്രിയാണ്. എനിക്ക് നക്ഷത്രങ്ങളൊന്നും കാണാനില്ല, പക്ഷെ മന്ദമായിട്ടുള്ളൊരു കാറ്റുണ്ട്. മഴക്കാലം മാറിയത് കൊണ്ട് തെളിഞ്ഞൊരു ആകാശം തന്നെയാണ് തീർച്ചയായിട്ടും കാണാനുള്ളത്. മഴ ഇടയ്ക്ക് വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അനുഭവിക്കുന്നവരൊപ്പം താമസിച്ച് ജീവിച്ചു വരുന്നവർക്ക്, അല്ലെങ്കിൽ അവരുടെ ഒപ്പം ഒറ്റ ചങ്ങാത്തമുള്ളവരോ, അല്ലെങ്കിൽ പാർട്ട്ണർ ആയിരിക്കുന്നവരോ, അല്ലെങ്കിൽ വളരെ ഇടപഴകേണ്ടി വരുന്ന തരത്തിലുള്ള ആൾക്കാരോ കോമൺ ആയിട്ട് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അതിലൊന്നാമത്തെയാണ് ഫിയർ ഓഫ് അബാൻഡമെന്റ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, BPD അനുഭവിക്കുന്ന ആൾക്കാർ മറ്റുള്ളവർ തങ്ങളെ ഉപേക്ഷിച്ചു പോകും, മറ്റുള്ളവർ തങ്ങളെ തടഞ്ഞു പോകും എന്നുള്ളൊരു പേടി അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ടുള്ള ചലഞ്ചാണ് ഹൈപ്പർ വിജിലൻസ്. അതെ, ഹൈപ്പർ വിജിലൻസ് എന്ന് പറഞ്ഞാൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അനുഭവിക്കുന്ന ആൾക്കാർ തങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ, തങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാർ തങ്ങളെ ഉപേക്ഷിച്ചിട്ട് കടന്നു കളയോ, അല്ലെങ്കിൽ വീണ്ടും ഒറ്റപ്പെടുത്തി പോവോ, വീണ്ടും എന്നെ ഉപേക്ഷിച്ച് കളയോ എന്നുള്ള പേടി കൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ, എന്നെ ഉപേക്ഷിക്കാനായിട്ടുള്ള ലക്ഷണങ്ങൾ ഇദ്ദേഹത്തിലുണ്ടോ എന്ന് നിരന്തരം തിരഞ്ഞുകൊണ്ടിരിക്കും. അതിൽ അമിത ശ്രദ്ധാലുവായിരിക്കും. എപ്പോഴും ഇവിടെ നിരസിക്കുകയാണോ ചെയ്യുന്നത്, ഇവരെന്നെ ഇവിടെ തള്ളിപ്പറയുകയാണോ ചെയ്യുന്നത്, ഇവർക്ക് എന്നെ ഇഷ്ടമില്ലാതാവുന്നോ, ഇവരെന്നെ വെറുത്തു തുടങ്ങിയോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇവർ വളരെ ശ്രദ്ധിച്ചായിരിക്കും ഇരിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ എന്താ ഉണ്ടാവുക, എന്തെങ്കിലും ചെറിയ നീരസമുണ്ടാക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് എന്നെ ഉപേക്ഷിക്കാനാണ്, അല്ലെങ്കിൽ എന്നെ തടഞ്ഞു കളയാനാണ് എന്ന തരത്തിലുള്ള ഒരു ചിന്താഗതിയിലായിരിക്കും അവരെടുക്കുക. അപ്പൊ അതുകൊണ്ട് ഉണ്ടാവുന്ന വേദനകളും അതിന്റെ എക്സ്പ്രഷനും മറ്റുമൊക്കെ
BPD അനുഭവിക്കുന്നവരെ കൂടെയുള്ളവരെ വളരെയധികം ദുരിതത്തിലാക്കി മാറ്റാറുണ്ട്. BPD അനുഭവിക്കുന്നവർക്ക് പലപ്പോഴും ചെറുതായിട്ടുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ ചെറുതായിട്ടൊരു വേദന ഉണ്ടാക്കുന്നതോ അവരെ നിരസിപ്പിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ തന്നെ അത് വലിയൊരു തോതിൽ എന്നെ ഉപേക്ഷിച്ച് കളയാനാണെന്ന് അവർ എളുപ്പം ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ളൊരു ചിന്താഗതി ഉണ്ടായിരിക്കും. ഇത്തരത്തില് ചെറുതായിട്ടുള്ളൊരു പ്രശ്നത്തിനെ വലുതായിട്ട് വലിയ ഒരു തരത്തില് ദുരന്തപൂർണമായി ചിന്തിച്ചിട്ട് കാറ്റാസ്ട്രോഫൈസ് ചെയ്തിട്ട് അപകടകാരിയാണെന്ന് ചിന്തിക്കുന്നത് ഒരു തരത്തിലുള്ള കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനാണ്, ഒരു തരത്തിലുള്ള ചിന്താവൈരുദ്ധ്യമാണ്. ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ മുമ്പ് പ്രതിപാദിച്ചിട്ടുണ്ട്, മുമ്പത്തെ വീഡിയോകളിൽ ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചാനൽ അവൈലബിൾ ആണ്, നിങ്ങൾ പോയി കാണാം, നിങ്ങൾക്ക് അതിനെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഈ ചിന്താവൈരുദ്ധ്യം ഇവരിൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ഇനി ഹൈപ്പർ വിജിലൻസിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ഒരു പെരുമാറ്റ രീതിയാണ് ക്ലിങ്ങിങ് ബിഹേവിയർ എന്ന് പറയുന്നത്. ക്ലിഞ്ചി ബിഹേവിയർ. നമ്മൾ മറ്റൊരാളുടെ അടുത്ത് അമിതമായിട്ട് ആശ്രയിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. നമ്മളിപ്പോൾ എങ്ങനെയാ ചെയ്യുക? ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം പലപ്പോഴും നമ്മളെ ഇവർ തള്ളിക്കളയാൻ പോവാണ്, അല്ലെങ്കിൽ നമ്മളുടെ അടുത്തേക്ക് ഇവർക്ക് ഇഷ്ടമില്ല, അല്ലെങ്കിൽ ഇവര് നമ്മളെ ചെറുതായിട്ട് നമ്മളെ ഇഷ്ടമല്ലാതായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു തരത്തിലുള്ള ചിന്താഗതി നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അത്തരത്തിലുള്ളൊരു ഇൻസെക്യൂരിറ്റി അഥവാ അസുരക്ഷിതാഭാവം നമ്മുടെ ഉള്ളിൽ വരുന്ന സമയത്തായിരിക്കും നമ്മൾ മറ്റൊരാളിലേക്ക് അടുക്കാനായിട്ട് കൂടുതൽ ശ്രമിക്കുക. കാരണം അവരെന്നെ ഉപേക്ഷിച്ച് പോകാൻ പോവുകയാണ്. അത് ഉണ്ടാവാതിരിക്കാനായിട്ട് ഞാൻ വളരെ അടുക്കണം, ഞാൻ ഇവരെ വളരെയധികം ചേർത്ത് പിടിക്കണം, അല്ലെങ്കിൽ ഇവരെ എനിക്ക് നഷ്ടമാകും എന്നുള്ളൊരു ചിന്താഗതി വരുമ്പോൾ ഞാൻ അവരിലേക്ക് വളരെയധികം ആശ്രയിക്കാനും അവരെ അങ്ങ് വളരെ ചേർത്ത് നിർത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരിക്കും. ഇത് BPDക്കാർ വളരെയധികം ചെയ്യും. കാരണം ഇവരെപ്പോഴും വിചാരിക്കുന്നത് ഇവരെന്നെ ഉപേക്ഷിച്ചു പോകും. ചെറുതായിട്ട് നിരസപ്പെടുത്തുന്ന ഒരു കാര്യം ഉണ്ടാവുമ്പോൾ ഇവർ വിചാരിക്കുന്നത് എൻ്റെ പാർട്ട്ണർ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവൾ എന്നെ ഉപേക്ഷിച്ച് പോകും എന്നുള്ളൊരു ചിന്താഗതി കൊണ്ട് അമിതമായിട്ട് അവരായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കാൻ, അമിതമായിട്ട് അവരുടെ അടുത്ത് ചേർന്ന് നിൽക്കാൻ, അമിതമായിട്ട് അവരുടെ അടുത്ത് റിക്വസ്റ്റുകൾ നടത്താൻ, അമിതമായിട്ട് അവരെ ഏറ്റവും അടുത്ത് മോണിറ്റർ ചെയ്ത് അവരുടെ പെരുമാറ്റങ്ങൾ ശ്രദ്ധിച്ച് നിർത്താനായിട്ടുള്ള ഒരു പെരുമാറ്റം ഉണ്ടായിരിക്കും. ഇതിനെ ക്ലിഞ്ചി ബിഹേവിയർ, ഒരു വളരെ ക്ലിങ്ങി ആയിട്ടുള്ള ബിഹേവിയർ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു മേജർ ചലഞ്ചാണ് അൺസ്റ്റേബിൾ ഇമോഷൻസ് ആൻഡ് മൂഡ്സ്. സ്ഥായി അല്ലാത്ത രീതിയിലുള്ള ഇമോഷൻസും ഭാവപ്രകടനങ്ങളും മുതലായവയൊക്കെ. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റാപ്പിഡ് ആയിട്ടുള്ള മൂഡ് സ്വിങ്സ്. റാപ്പിഡ് ആയിട്ടുള്ള മൂഡ് സ്വിങ്സിന് പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ചെറുപ്പകാലഘട്ടത്തിലോ മറ്റോ നേരിട്ടിട്ടുള്ള പ്രശ്നകാരിയായിട്ടുള്ള പ്രശ്നപൂരിതമായിട്ടുള്ള ട്രോമാറ്റിക് എക്സ്പീരിയൻസുകളോ മറ്റോ മെമ്മറിയിൽ വരുന്നതോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവം വീണ്ടും സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു തരത്തിലുള്ള ചിന്താഗതികളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പെർസെപ്ഷനോ കാരണം അവർ മെന്റലി വളരെ ഡൗൺ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവർ വളരെ ദുഃഖിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവർ വളരെ വിഷമിച്ച് ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടാനായിട്ടുള്ള സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ഇവർ വളരെ ഡൗൺ ആയിട്ട് മൂഡിൽ വളരെ താഴോട്ട് പോകുന്ന സമയത്ത് ഇവരുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ, ഇവരുടെ പാർട്ട്നേഴ്സ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, ആരുമായിക്കോട്ടെ, ഉറ്റവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ഇത് ഉണ്ടാക്കുക. കാരണം പലപ്പോഴും ഇവരിങ്ങനെ വിഷമിച്ചു പോകുന്ന സമയത്ത് ഇവരെ സമാശ്വസിപ്പിക്കാൻ, കൂടെ നിൽക്കാനും അവരുടെ ദുഃഖം മാറ്റിയെടുക്കാനും ഏറ്റവും ശ്രമിക്കുന്നത് ഇവരെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും. അടിക്കടെ ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഇത്രയധികം എഫോർട്ടായിരിക്കും ഇവരെ കൂടെയുള്ളവർക്ക് ചെലുത്തേണ്ടി വരിക, ഇത്രയധികം എഫോർട്ടായിരിക്കും ഇവർക്ക് ഇടേണ്ടി വരിക. പക്ഷെ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ പലപ്പോഴും BPD ഉള്ളവരുടെ കൂടെയുള്ളവർ വളരെ ഡ്രെയിൻഡ് ആയിട്ട്, വളരെ അവർക്കത് വളരെ അസഹനീയമായി മാറാറുണ്ട്. ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. BPD എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വ വൈകല്യാവസ്ഥയാണ്. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ പലപ്പോഴും അത്തരത്തിലുള്ള ഒരു വൈകാരികമായിട്ടുള്ള വ്യതിചലനങ്ങൾ സാധാരണയായിട്ട് ആൾക്കാർക്ക് മാനേജ് ചെയ്യുന്നതിന് ഒരു വലിയൊരു തരത്തിലുള്ള സ്കിൽ കുറവ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. സോ ഇങ്ങനെ എപ്പോഴും സംഭവിക്കുമ്പോൾ പലപ്പോഴും ഇവരെ കൂടെയുള്ള ആൾക്കാർ നിസ്സഹായരായി പോകാറുണ്ട്. നിസ്സഹായതയിൽ അവർക്ക് കുറ്റബോധവും തോന്നാറുണ്ട്, വിഷമവും തോന്നാറുണ്ട്. കൂടാതെ എപ്പോഴും ഇത്തരത്തിലുള്ളൊരു മൂഡ് ഡൗൺ ആയിട്ടുള്ള വിഷമിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമ്പോൾ വളരെയധികം ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള അവസ്ഥയിലൊക്കെയും ഇവരുടെ കൂടെയുള്ള പാർട്ട്നേഴ്സൊക്കെ അവരെ മൈൻഡ് സെറ്റ് പോകാറുണ്ട്. സോ ഇത്തരത്തിലുള്ള റാപ്പിഡ് മൂഡ് സ്വിങ്സ് കൂടെയുള്ളവരെ വളരെയധികം വേദനിപ്പിക്കാറും അതുപോലെ തന്നെ നിസ്സഹായവരായി മാറ്റാറൊക്കെയുണ്ട്. ഇതിലുള്ള രണ്ടാമത്തെ ഒരു അവസ്ഥയാണ് ഐഡിയലൈസേഷനും ഡീവാലുവേഷൻ എന്ന് പറയാം. അതെ, ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആള് പലപ്പോഴും ഒരാളെ
ഏറ്റവും മികച്ചതായിട്ടുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളതായിരിക്കും കാണുന്നുണ്ടായിരിക്കുക. അവർ നല്ല എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ ഏറ്റവും നന്മയുടെ ഏറ്റവും മൂർധന്യ ഭാവം അല്ലെങ്കിൽ ഏറ്റവും ഉത്തമ ഉദാഹരണമായിട്ട് BPD ഉള്ളവരെടുക്കും. അതിനുശേഷം ചെറുതായിട്ട് എന്തെങ്കിലും നീരസപ്പെടുത്തുന്നതോ അല്ലെങ്കിലും ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ളതോ അങ്ങനെ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു പ്രവർത്തനം ഈ ആളുടെ കയ്യിൽ നിന്ന് തന്നെ എടുത്തു തന്നെ ഉണ്ടാവുമ്പോൾ BPD ഉള്ളവർ വളരെ നിരാശപ്പെട്ടു പോകും. അവര് എത്രയോ ഉയരത്തിൽ വെച്ച് അത്രയോ താഴ്ത്ത് ഇദ്ദേഹത്തിന് ഇത്ര നന്നായിട്ട് കണ്ട ആളെ വെക്കാനായിട്ട് തുടങ്ങും. അവർ കംപ്ലീറ്റ്ലി അയാളെ ഡീവാല്യൂ ചെയ്യും. ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം ആയിട്ടുള്ള തിങ്കിങ് പ്രോസസ്സാണ്. ഒന്നല്ലെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക്. യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാവരും എന്ന് പറയുന്നത് ഗ്രേ ആയിട്ടുള്ള സിറ്റുവേഷനിലുള്ളവരാണ്. നമ്മൾക്ക് എല്ലാവരിലും നന്മയും തിന്മയും ഒക്കെയും ഇടപഴകി മുന്നോട്ട് പോകുന്നവരായിരിക്കും. പക്ഷെ പലപ്പോഴും ഇത്തരത്തിലുള്ള വ്യക്തിത്വ വൈകല്യം അനുഭവിക്കുമ്പോൾ നമുക്ക് ഒരു മനോഭാവത്തോടെ ആൾക്കാരുടെയും അവരുടെ പ്രവർത്തനങ്ങളെയും കാണാനായിട്ട് സാധിക്കില്ല. സോ എന്തെങ്കിലും ഒരു നീരസുണ്ടെങ്കിൽ അവരെ പൂർണ്ണമായിട്ടും അവര് അയോഗ്യരായി അല്ലെങ്കിൽ തീർത്തും അവര് ഒരു വർത്തുവയലല്ല എന്ന രീതിയിൽ BPD ഉള്ളവർ ചിന്തിക്കാനും അങ്ങനെ അവരെ തള്ളിക്കളയാനും അവരായിട്ടുള്ള ബന്ധം കുറച്ച് സമയത്തേക്കെങ്കിലും ഉപേക്ഷിക്കാനായിട്ട് ഇവര് മുതിരുന്നുണ്ടായിരിക്കും. ഇത് കൂടെയുള്ളവർ ഇവരുടെ പാർട്ട്നേഴ്സ് BPD ഉള്ളവരുടെ പാർട്ട്നേഴ്സിനെയൊക്കെ വളരെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കും. കുറച്ചു നേരം മുമ്പ് വളരെ സ്നേഹത്തോടു കൂടി വളരെ കെയറിങ്ങോട് കൂടി സന്തോഷത്തോടു കൂടിയിട്ടാണ് എൻ്റെ അടുത്ത് പെരുമാറിയിരുന്നത്. പക്ഷെ പൊടുന്നനെ ആളാകെ മാറി, എന്നാകെ തള്ളിക്കളയുന്നു, എൻ്റെ ഒപ്പം ജീവിക്കണ്ട എന്ന് പറയുന്നു, നമുക്ക് ഡൈവോഴ്സ് ചെയ്യാം, നമുക്ക് പിരിയാമെന്ന് പറയുന്നു. അങ്ങനെ പൊടുന്നനെ നമുക്ക് വലിയ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അവിടെ വീട് വെച്ചിട്ട് നമുക്ക് അവിടെ നല്ലൊരു കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് സ്വപ്നം കണ്ടതിൽ നിന്നും ഒരു 2-3 മണിക്കൂറിന് ശേഷം എനിക്ക് താങ്കളെ വേണ്ട, നമുക്ക് ഡൈവോഴ്സ് ചെയ്യാം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അത് കേൾക്കുന്ന ആൾക്കാരുടെ അടിത്തറ എന്ന് പറയുന്നത് തകർക്കുന്ന തരത്തിലായിരിക്കും. അവരെ വളരെയധികം കൺഫ്യൂസ് ചെയ്യുന്ന തരത്തിലായിരിക്കും, വളരെ ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിലായിരിക്കും. സോ ഈ ഐഡിയലൈസേഷൻ ആൻഡ് ഡീവാലുവേഷൻ എന്ന് പറയുന്ന ഫേസ് വരുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അനുഭവിക്കേണ്ടി വരുന്ന നിങ്ങൾ മനസ്സിലാക്കുക, BPD അനുഭവിക്കുന്ന ആൾക്കാർ ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ അതേ തരത്തിലുള്ള വേദന തന്നെയാണ് അവർക്കും ഉണ്ടാവുന്നത്. കാരണം ഇവർ ലോകം കാണുന്ന രീതിയിലുള്ള ഒരു രോഗാവസ്ഥയാണിത്. തങ്ങളെയും തങ്ങളുടെ ചുറ്റുപാടുള്ളവരെയും ഇവർ വീക്ഷിക്കുന്നതിൽ ഉണ്ടാകുന്ന ഒരു അപാകതകൾ കൊണ്ടൊക്കെ ഉണ്ടായി പോകുന്ന ഒരു വ്യക്തിത്വ വൈകല്യാവസ്ഥയാണ് BPD എന്ന് പറയുന്നത്. സോ നിങ്ങളിത് മനസ്സിലാക്കുക, നിങ്ങളുടെ പാർട്ട്നേഴ്സിന്റെ കൂടെ നിൽക്കാനായിട്ട് ശ്രമിക്കുക. അവർക്ക് ആവശ്യം വേണ്ടുന്ന സഹായം, പ്രൊഫഷണൽ ഹെൽപ്പ്, ഒരു വിദഗ്ധന്റെ സഹായം തന്നെ എത്രയും പെട്ടെന്ന് നേടിക്കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി BPD അനുഭവിക്കുന്നവരടുത്ത് താമസിച്ചു പോരുന്ന അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിൽക്കുന്നവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന മറ്റൊരു ചലഞ്ചാണ് ഇമ്പൾസീവ് ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത്. BPD അനുഭവിക്കുന്ന ആൾക്കാർ പലപ്പോഴും വളരെ ഇമ്പൾസീവ് ആയിട്ടായിരിക്കും, എടുത്തു ചാടിയ രീതിയിലായിരിക്കും, പൊടുന്നനായിരിക്കും അവരുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം എന്നൊക്കെ പറയുന്നത്. ഈ പൊടുന്നനെ ഉണ്ടാകുന്ന ഇവരുടെ പെരുമാറ്റങ്ങൾ ഏറ്റവും അപകടകാരിയായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നമ്മളെ ചലഞ്ച് ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കും സെൽഫ് ഹാം അല്ലെങ്കിൽ സൂയിസൈഡ് എന്ന് പറയുന്നത്. നമ്മളെ തന്നെ സ്വയം വേദനിപ്പിക്കുന്ന, BPD അനുഭവിക്കുന്നവർ സ്വയം വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റം. അതൊരു പക്ഷേ തല കൊണ്ടുപോയി ചുമരിലടിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ കൈകളിൽ വരയുന്നതായിരിക്കാം, ഏതെങ്കിലും തരത്തിൽ സ്വയം വേദനിപ്പിക്കുന്ന ഒരവസ്ഥ. ഇത് കണ്ടു നിൽക്കുന്നവരെ പ്രിയപ്പെട്ടവർക്ക് എന്താ ഉണ്ടാവുക? ഒരു നിസ്സഹായാവസ്ഥ. ഇവരെ എനിക്ക് സഹായിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവർക്ക് ആവശ്യം വേണ്ടുന്ന സഹായം ഇവർക്ക് കൊടുക്കാൻ സാധിച്ചില്ല, അതുകൊണ്ടാണല്ലോ ഇവര് സ്വയം വേദനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ സ്വയം ജീവൻ നഷ്ടപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. പലപ്പോഴും എടുത്തു ചാടിയിട്ടായിരിക്കും BPD അനുഭവിക്കുന്നവരിങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കാം. ചില സമയങ്ങളിൽ ഇത് സെൽഫ് ഹാമിൽ ഒതുങ്ങി നിന്നു കഴിഞ്ഞാലും പലപ്പോഴും ഈ സെൽഫ് ഹാം ഒരു സൂയിസൈഡൽ ബിഹേവിയറിലോട്ട് ആയി മാറാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് വളരെ വേദനിപ്പിക്കുന്ന വലിയൊരു നഷ്ടമായിരിക്കും ഇവരെ പാർട്ട്നേഴ്സിനോ പ്രിയപ്പെട്ടവർക്കോ ഉണ്ടാക്കുക. സോ ഇങ്ങനത്തെയുള്ള സൂയിസൈഡൽ ബിഹേവിയറോ അല്ലെങ്കിൽ സൂയിസൈഡ് ആക്ടിനൊക്കെ ശേഷം BPD അനുഭവിക്കുന്നവരെ പാർട്ട്നേഴ്സ് ചിന്തിക്കുക, എൻ്റെ പ്രിയപ്പെട്ടവളെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനെ എനിക്ക് സഹായിക്കാൻ സാധിച്ചില്ല, എനിക്ക് നിലവാരത്തിനൊപ്പം ഉയരാൻ സാധിച്ചില്ല, എനിക്ക് ഉചിതമായ സഹായം അവർക്ക് നൽകാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ എനിക്ക് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നൊരു തരം നിസ്സഹായാവസ്ഥ എന്ന തരത്തിലുള്ള ഒരു നിസ്സഹായാവസ്ഥ, അതിന്റെ ഭാഗമായിട്ടുള്ളൊരു കുറ്റബോധം, ഇതൊക്കെയും വളരെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം അവരുടെ മാനസിക ശാന്തി കോട്ടം വരുത്തുന്ന ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബിഹേവിയേഴ്സ്
പലപ്പോഴും നിങ്ങളുടെ പാർട്ട്നേഴ്സ്, BPD അനുഭവിക്കുന്ന പാർട്ട്നേഴ്സ് സെൽഫ് ഹാം ബിഹേവിയറോ അല്ലെങ്കിൽ സൂയിസൈഡൽ ആക്ട്സോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവർക്ക് സഹായം നേടിക്കൊടുക്കാനായിട്ട് ശ്രമിക്കും. ഇനി എടുത്തുചാട്ട പ്രവൃത്തിയിൽ ഇവർ ചെയ്യുന്ന വേറൊരു കാര്യമായിരിക്കും സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുന്നത്. മദ്യവും മയക്കുമരുന്നുകളും മറ്റുമൊക്കെ അവർക്കുണ്ടാവുന്ന ഇമോഷണൽ പെയിൻ അല്ലെങ്കിൽ BPD അനുഭവിക്കുന്നവർക്ക് ഉണ്ടാകുന്ന വേദനകളെ മാറ്റിവെക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ കുറയ്ക്കാനായിട്ട് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിക്കുന്ന ഒരവസ്ഥ. ചിലപ്പോൾ ആ മദ്യപാനമോ മയക്കുമരുന്നൊക്കെ ഓവർഡോസ് ആവാം. അതുകൊണ്ട് തന്നെ ആ ഓവർഡോസ് ആവുന്ന സമയത്ത് പലപ്പോഴും അവർക്ക് ചിലപ്പോൾ ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം. അല്ലെങ്കിൽ അങ്ങനത്തെ മദ്യപാനമോ സബ്സ്റ്റൻസ് യൂസോ ഒരു കണ്ടിന്യൂസ് രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു അഡിക്റ്റീവ് രീതിയിൽ ഒരു സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ എന്ന രീതിയിൽ തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോയേക്കാം. സോ ഇത്തരത്തില് ഉള്ള ബിഹേവിയേഴ്സ് പലപ്പോഴും ആ കൂടെ ഉണ്ടാക്കുന്നവരെ വളരെയധികം വേദനിപ്പിക്കാറുണ്ട്. സബ്സ്റ്റൻസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയിലുള്ള ഒരാള് ഒരു ആരോഗ്യപരമായിട്ടുള്ള രീതിയിലല്ല പലപ്പോഴും പെരുമാറുക എന്നുള്ളത്. സോ അത്തരത്തിലുള്ള സാഹചര്യം പലപ്പോഴും കാണേണ്ടി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ എക്സ്പീരിയൻസ് ചെയ്യേണ്ട BPD അനുഭവിക്കുന്ന ഒരു പാർട്ട്നേഴ്സിന് തീർത്തും ഒരു ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയാണ് അത് ഉണ്ടാക്കുക. ഈ സബ്സ്റ്റൻസ് യൂസ് പലപ്പോഴും ഇത്തരത്തിലുള്ള BPD അനുഭവിക്കുന്നവരെ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് അവർക്കുണ്ടാകുന്ന ആ ഇമോഷണൽ പെയിനെ ഒന്ന് മാറ്റി നിർത്താനാണ്, അതിൽ നിന്നും ഒരു വിടുതൽ, ഒരു വിമുക്തി കിട്ടാനാണ്. പക്ഷെ യഥാർത്ഥത്തിൽ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കുന്നില്ലെങ്കിലും അല്ലെങ്കിൽ ഇമോഷണൽ പെയിൻ എന്നേക്കായിട്ട് മാറിപ്പോകുന്നില്ലെങ്കിലും താൽക്കാലികമായിട്ടൊരു ആശ്വാസം കിട്ടുകയാണെങ്കിൽ അതിനുവേണ്ടി പോകാം, അല്ലെങ്കിൽ അത്തരത്തിൽ അത് വലിയൊരു ആശ്വാസമാകും എന്നൊരു വിശ്വാസത്തിലാണ് പലപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ സബ്സ്റ്റൻസ് യൂസ് ഉണ്ടെങ്കിൽ BPDക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനൊപ്പം തന്നെ അതും മാനേജ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. സോ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ നിങ്ങൾ സമീപിക്കുക. ഇനി നാലാമത്തെ BPD അനുഭവിക്കുന്നവരെ കൂടെ താമസിക്കുന്നവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന നാലാമത്തെ മേജർ ചലഞ്ചാണ് ഡിഫിക്കൽട്ടി വിത്ത് ട്രസ്റ്റ്. വിശ്വസിക്കാനായിട്ട് BPD ഉള്ളവർക്ക് പലപ്പോഴും വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് മറ്റൊരാളെ വിശ്വസിക്കാനോ അല്ലെങ്കിൽ അവരിലെ പൂർണ്ണമായിട്ടും ആശ്രയിക്കാനോ ഇവർക്കുള്ളൊരു ബുദ്ധിമുട്ടിനുള്ള കാരണം എന്ന് പറയുന്നത് പലപ്പോഴും ഇവർ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ചെറുപ്പ കാലഘട്ടത്തിൽ ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു അബാൻഡമെന്റ് ആണ്. അല്ലെങ്കിൽ ഇവരെ ഒഴിച്ചു നിർത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇവരെ അകറ്റി നിർത്തിയിട്ടുള്ള ഇവരെ നെഗ്ലക്ട് ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ഇവർക്ക് കടന്നു പോകേണ്ടതിന്റെ ഭാഗമായിട്ട് ഇവരുടെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു അസുരക്ഷിതാവസ്ഥയാണ്. എന്താ ഉണ്ടാവുന്നേ? ചെറുപ്പ കാലഘട്ടത്തിൽ ഇവരെ ഒഴിച്ചു നിർത്തിയതിന്റെ ഭാഗമായിട്ട് അവർക്ക് അത്തരത്തിൽ എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നത് എല്ലാവരുടെയും തങ്ങളെ തടഞ്ഞിട്ടായിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഭാവിയിൽ ഏതൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴും ഇവിടെയും എന്നെ തടയാൻ പോവുകയാണ്, ഇവിടെയും എന്നെ വില വെക്കാതെ ഒഴിച്ചു നിർത്താൻ പോവുകയാണ് എന്നുള്ള ഒരു ചിന്താഗതി വരെ മനസ്സിലുണ്ടായിരിക്കും BPD ഉള്ളവരുടെ ഉള്ളിൽ. അത്തരത്തിലായിരിക്കും ഓരോ സാഹചര്യങ്ങളെയും എക്സ്പീരിയൻസുകളെയും ഓരോ കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ അങ്ങനെ തങ്ങളെ ഒഴിവാക്കാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ തങ്ങളെ ഉപേക്ഷിക്കാതിരിക്കാനായിട്ട് എപ്പോഴും കൂടെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ എപ്പോഴും സ്വായത്തമാക്കി നിർത്താൻ വേണ്ടിയിട്ട് അമിതമായിട്ടുള്ള രീതിയിൽ പൊസസീവ്നെസ്, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അടുത്ത് ഇവരെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് ഇടപഴകുന്നവരുടെ അടുത്തോ മറ്റോ ഒക്കെയും അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ അടുത്ത് ജലസിയും കൺട്രോളിങ് ബിഹേവിയർ ഒക്കെ ഇവർ കൂടുതൽ കാണിക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ പലപ്പോഴും BPD അനുഭവിക്കുന്നവർക്ക് തങ്ങളുടെ പാർട്ട്നേഴ്സിന്റെ പ്രവൃത്തികളുടെ അടുത്ത് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ പല അക്യൂസേഷൻസും, നീ ചെയ്തത് ഇതുകൊണ്ടാണ്, നീ അപ്പോൾ അങ്ങനെ അവിടെ ചെയ്തത് ഇങ്ങനെയാണ്, ഇങ്ങനെ അത്തരത്തിലുള്ള പല അക്യൂസേഷൻസും ഒക്കെ നമുക്ക് BPD അനുഭവിക്കുന്നവരെ ചെയ്യുന്നതായിട്ട് കാണാം. കാരണം എന്ന് പറയുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവരെ നെഗറ്റീവായി കാണുന്നത് കൊണ്ടല്ല, അവർ തങ്ങളെ ഉപേക്ഷിച്ചു പോകും. അത് എനിക്ക് BPD അനുഭവിക്കുന്ന ആൾ ചിന്തിക്കുന്നത് എനിക്ക് വലിയ നഷ്ടം ഉണ്ടാക്കും, എനിക്ക് ആ നഷ്ടം താങ്ങാൻ സാധിക്കില്ല, അതുകൊണ്ട് നഷ്ടം ചെറുക്കാനായിട്ട് എനിക്ക് പറ്റാവുന്ന രീതിയിൽ അവരെ കരകളഞ്ഞെടുക്കാൻ ശ്രമിക്കുകയും കൂടെ നിർത്തുകയും വേണം. അതിനുവേണ്ടി ഏറ്റവും നന്നായി ശ്രമിക്കണം എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടാണ് ഇവരിങ്ങനെ പ്രവർത്തിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ മനസ്സിലാക്കുക. ഇനി ഇതിന് തുടർച്ചയായിട്ട് വരുന്ന അഞ്ചാമത്തെ ചലഞ്ചാണ് ബൗണ്ടറി ഇഷ്യൂസ് എന്ന് പറയുന്നത്. പലപ്പോഴും BPD അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഒരു ബൗണ്ടറി ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്ന് പറയുന്നത് ഇവർ ഇടപെടുന്ന ആൾക്കാരൊക്കെയും ഇവരുടെ അടുത്ത് റിക്വസ്റ്റ് നടത്തുമ്പോൾ അത് ഡിനേ ചെയ്യാൻ പലപ്പോഴും ഇവർക്ക് സാധിച്ചെന്ന് വരില്ല. കാരണം എന്താ? ഇവർക്ക് എല്ലാവരെയും പല ആൾക്കാരെയും കൂടെ നിർത്താനായിട്ട് അല്ലെങ്കിൽ അവരുടെ ആ സാമീപ്യം അല്ലെങ്കിൽ അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് ഇവർക്ക് വേണം എന്നുള്ള ചിന്താഗതി കൊണ്ട് പലപ്പോഴും ഇവർ പറയുന്ന അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ BPD ഉള്ളവർ അത് സാധിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കും.
അല്ലെങ്കിൽ ബി പി ഡി ഉള്ളവർ എന്താ ചിന്തിക്കുന്നത്? ഇവരെന്നെ ഉപേക്ഷിച്ച് പോകും, അല്ലെങ്കിൽ ഇനി ഇവരെന്റെ ഒപ്പം നിൽക്കില്ല എന്നുള്ള പേടി കൊണ്ട് ഇവര് എല്ലാ റിക്വസ്റ്റുകൾക്കും ഒരുപക്ഷെ യെസ് പറഞ്ഞേക്കാം. അങ്ങനെ പറയുമ്പോൾ ഒരു പ്രോപ്പറായിട്ട് ബൗണ്ടറി ഇല്ലാത്ത അവസ്ഥ, ആരും എന്തും പറഞ്ഞ് അല്ലെങ്കിൽ എന്തും റിക്വസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസ്ഥ അങ്ങനെയൊക്കെ വന്ന് ചേർന്നേക്കാം. സോ അതുകൊണ്ട് പലപ്പോഴും ബി പി ഡി അനുഭവിക്കുന്നവർക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഒരു പക്ഷെ നിങ്ങൾക്ക് അതൊരു പക്ഷെ അവർക്ക് അമിതമായിട്ടുള്ള അനുകമ്പ ഉള്ളതായിട്ട് തോന്നിയേക്കാം, അല്ലെങ്കിൽ അത് ഇല്ലാതായിട്ടും തോന്നിയേക്കാം. ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു സ്ട്രെങ്തർ ആയിട്ടുള്ള ഒരു കോർ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അത് രൂപപ്പെടുത്താനായിട്ടുള്ള സാഹചര്യം ബി പി ഡി ഉള്ളവർക്ക് ഉണ്ടായിട്ടില്ല. അതിന്റെ ഭാഗമായിട്ട് എവിടെയാണ് നോ പറയേണ്ടത് അവിടെ നോ പറയാനായിട്ടുള്ള ആ ആംബിയർ അല്ലെങ്കിൽ അതിനായിട്ടുള്ള ആ മനഃശക്തി ഇവർക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്നതായിട്ട് കാണാറുണ്ട്. സോ ഇതിനെ നിങ്ങൾ മനസ്സിലാക്കുക. ഇതെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല, ബി പി ഡി അനുഭവിക്കുന്ന എല്ലാവർക്കും ബൗണ്ടറി ഇഷ്യൂസ് ഉണ്ടാവണമെന്നില്ല, എന്നാൽ ചില ആൾക്കാരിൽ അത് കാണാറുണ്ട്. സോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് ഉണ്ടെങ്കിൽ ഓഫ്കോഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് അത് ദുരിതപൂർണ്ണമാക്കുന്നുണ്ടായിരിക്കും, എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, എന്തുകൊണ്ടാണ് ബി പി ഡി അനുഭവിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റ രീതി ഉണ്ടായത്? അതിനുള്ള കാരണം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ചെറുപ്പകാലത്ത് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള വേദനപ്പെടുത്തുന്ന സാഹചര്യങ്ങളാണ്, അവർക്കുണ്ടായിട്ടുള്ള അത്തരത്തിലുള്ള എക്സ്പീരിയൻസുകളാണ്. അതുകൊണ്ട് ആ സാഹചര്യത്തിലുണ്ടായിട്ടുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസിലൂടെ മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ മറ്റുള്ളവർ എൻ്റെ കൂടെ നിൽക്കുമെന്നൊരു അടിയുറച്ച വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കാത്ത രീതിയിൽ ഇവരുടെ ചിന്താഗതികൾ വളർന്നു വന്നേക്കാം. ആ അത്തരത്തിലുള്ള ചിന്താഗതി ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ പേഴ്സണാലിറ്റിയും വളരെ ചഞ്ചലമായിട്ടുള്ള പേഴ്സണാലിറ്റിയായി മാറിയിരിക്കുകയാണ്. ഇനി ബി പി ഡി എന്ന് പറയുന്ന അവസ്ഥ എങ്ങനെയാണ് മാറ്റിയെടുക്കാൻ സാധിക്കുക? ബി പി ഡി എന്ന് പറയുന്ന അവസ്ഥ മാറ്റിയെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ബി പി ഡി അനുഭവിക്കുന്നവരെ കൂടെയുള്ള പാർട്ട്നേഴ്സ് അവർ ചെലുത്തുന്ന സ്വാധീനമാണ്. പലപ്പോഴും ബി പി ഡി ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ അല്ലാത്ത ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എക്സ്പീരിയൻസ് ഇവരുടെ ചൈൽഡ്ഹുഡിൽ ബി പി ഡി അനുഭവിക്കുന്നവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊരു പക്ഷെ പേരൻസിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ചങ്ങാതിമാരിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷെ അവർ വളർന്നു വന്ന സമയത്ത് മുമ്പുണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഇവർ ചെറുപ്പത്തിൽ ഇടപഴകുന്ന വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഇവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു നെഗ്ലക്റ്റോ അല്ലെങ്കിൽ അബ്യൂസോ അല്ലെങ്കിൽ അവരെ ഒഴിവാക്കി നിർത്തിയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ആയിരിക്കാം. ഇതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് ചുറ്റുപാടെന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്, അൺസേഫ് ആണ്, അല്ലെങ്കിൽ എല്ലാവരും എന്നെ ഉപേക്ഷിക്കാൻ പോവുകയാണ്. അത്തരത്തിലുള്ളൊരു ചിന്തകൾ രൂപപ്പെട്ടത് കൊണ്ട് ഒരു അബാൻഡമെന്റ് ഫെയർ നിലനിൽക്കുന്ന, എന്നെ എല്ലാവരും ഉപേക്ഷിക്കും എന്ന തരത്തിലുള്ള ഒരു പേടി നിലനിൽക്കുക ചെയ്യുന്നത്. സോ ഇത്തരത്തിലുള്ളൊരു പേടി മാറ്റിയെടുക്കാനായിട്ട് ബി പി ഡി ഉള്ളവരുടെ പാർട്ട്നേഴ്സ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് രീതി മുന്നോട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. ഇതിനർത്ഥം എന്ന് പറയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ബി പി ഡി ഉള്ളവരെ ആക്സെപ്റ്റ് ചെയ്യുകയും അവരുടെ രോഗാവസ്ഥയെ രോഗാവസ്ഥയായി കണ്ട് അവരെ അവരുടെ ആ നീരസങ്ങളിലും മറ്റും തളരാതെ അതിനെ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നൊരവസ്ഥ. ബി പി ഡി അനുഭവിക്കുന്നവർ അർപ്പിക്കുന്ന മുന്നോട്ട് വയ്ക്കുന്ന ആശങ്കകളെ അതിനെ വാലിഡേറ്റ് ചെയ്യുകയും അതിന് വില കൽപ്പിക്കുകയും അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയും അതിനെ കാമറാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒപ്പം ഇരുന്ന് കൊടുക്കുന്നൊരവസ്ഥ. ബി പി ഡി അനുഭവിക്കുന്നവര് പൊട്ടിത്തെറിക്കുന്നതിനനുസരിച്ച് പൊട്ടിത്തെറിക്കാതെ കാമറായിട്ട് അതിനെ ഡീൽ ചെയ്ത് മുന്നോട്ട് പോകുന്നൊരവസ്ഥ. ജഡ്ജ് ചെയ്യാതെ ബി പി ഡി അനുഭവിക്കുന്ന ആളുടെ എക്സ്പീരിയൻസുകളെ അത് റിയൽ ആയിട്ട് തന്നെ കണ്ട് അവരുടെ ഒപ്പം മുന്നോട്ട് പോകുന്നൊരവസ്ഥ. ഇങ്ങനെ ഉണ്ടാവുമ്പോൾ എന്താ ഉണ്ടാവുക? ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ഒരു സ്ഥായി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഒരു സ്ഥായി ആയിട്ടുള്ള ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എക്സ്പീരിയൻസ് ബി പി ഡി ഉള്ളവർക്ക് ലഭിക്കുക ചെയ്യുന്നത്. അങ്ങനെ ലഭിക്കുമ്പോൾ അങ്ങനെ ലഭിച്ചിട്ടുള്ള ഒരു അവസ്ഥ മറ്റുള്ള ആൾക്കാരുടെ അടുത്തും ഇവർക്ക് കാണാനായിട്ട് സാധിക്കും. ജീവിതത്തില് ഒരാളുടെ അടുത്തുനിന്ന് സുസ്ഥിരമായിട്ടുള്ള ഒരു രീതിയിലുള്ള റിലേഷൻഷിപ്പ് കുറെ നാൾ മുന്നോട്ട് പോകുമ്പോൾ അത് ഇവരുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമാവാനായിട്ട് തുടങ്ങും. ഞാൻ വേദനിച്ചാലോ ഒന്ന് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാലോ മറ്റാൾക്കാരെ എന്നെ ഉപേക്ഷിച്ച് പോവില്ല അല്ലെങ്കിൽ നീരസപ്പെടില്ല എന്നുള്ള തരത്തിലെ ചിന്താഗതി ഇവരുള്ളിൽ രൂപപ്പെടാനായിട്ട് തുടങ്ങും. അങ്ങനെ ചെയ്യുമ്പോൾ പൊട്ടിത്തെറികളും അല്ലെങ്കിൽ ഇവരുടെ ഉള്ളിലുള്ള എന്നെ ഉപേക്ഷിച്ചിട്ട് പോവും എന്നുള്ള പേടിയൊക്കെ പതുക്കെ അങ്ങ് മാറാനായിട്ട് തുടങ്ങും. ഇത് തന്നെയാണ് തെറാപ്പിയിലും സംഭവിക്കുന്നത്.
ഒരു വിദഗ്ധനായിട്ട് BPDയെ മാനേജ് ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു സൈക്കോതെറാപ്പിസ്റ്റ് ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്ന മാർഷാൽ ഇനേൻ അവതരിപ്പിച്ചുള്ള തെറാപ്യൂട്ടിക് ടെക്നിക്കിൽ അല്ലെങ്കിൽ ആ തെറാപ്യൂട്ടിക് അപ്രോച്ചിൽ ഉപയോഗിക്കുന്നതും ഇതേ സെയിം പ്രിൻസിപ്പിളാണ്. ഐ വുഡ് സേ ഇറ്റ് ഈസ് വാലിഡേറ്റ് വാലിഡേറ്റ് വാലിഡേറ്റ്. പലപ്പോഴും നമ്മൾ ചെറുപ്പത്തിൽ ആ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ പേഴ്സണാലിറ്റികൾ നമ്മളുടെ വേദനിപ്പിക്കുന്ന എക്സ്പീരിയൻസുകൾക്കോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന നമ്മളുടെ എക്സ്പീരിയൻസുകളോ ഇൻവാലിഡേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളതെങ്കിൽ നമ്മൾക്ക് വീണ്ടും നമ്മളുടെ വേദനകളോ മറ്റോ കാര്യങ്ങളോ മറ്റുള്ളവരുടെ അടുത്ത് തുറന്നു പറയാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റുള്ളവരെ ആശ്രയിക്കാനോ സാധിക്കില്ല. ഈ തിരിച്ചറിവിൽ നിന്നാണ് പല തെറാപ്പിസ്റ്റുകളും അവരുടെ തെറാപ്പി ഓപ്പറേറ്റ് ചെയ്യുന്നത്. പേഷ്യന്റ് വന്ന് പ്രശ്നം പറയുന്ന സമയത്ത് ആ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായ വില കൽപ്പിച്ചുകൊണ്ട് പേഷ്യൻസുകളുടെ BPD അനുഭവിക്കുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസുകളുടെ അതിൻ്റെ കാതൽ, അതിനൊരു വാല്യൂ ഉണ്ട്, അതിനൊരു റിയാലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവരുടെ അവസ്ഥയെ വാലിഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒന്നുമില്ല, അത് പോട്ടെ, അത് നിനക്ക് തോന്നണ്ടാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? ഒരാൾക്ക് സ്വയം തോന്നുക എന്ന് പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസിനെ ഞാൻ തന്നെ കാണുന്ന രീതി തെറ്റാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ഞാൻ അതിൽ ഇങ്ങനെ വിഷമിച്ചു പോകുന്നത് എൻ്റെ മനോബലത്തിന്റെ ഒരു കുറവാണ്, സോ ഇതിനെ ഒന്നും മാനേജ് ചെയ്യാൻ എനിക്ക് കഴിവില്ല എന്നുള്ളൊരു ചിന്താഗതിയിലായിട്ടായിരിക്കും ഒരാൾ പോവുക. അതേ സമയത്ത് നമ്മളുടെ പ്രശ്നങ്ങൾക്ക് അതിന് യാഥാർത്ഥ്യമുണ്ട്, നമ്മൾ വേദനിക്കുന്നതിന് കാരണമുണ്ട്, ഇതൊരു നോർമൽ ആയിട്ടുള്ള ഫിനോമിനോൺ ആണ് എന്നുള്ളൊരു ഉറപ്പ് മറ്റൊരാളിൽ നിന്ന് കിട്ടുമ്പോൾ അതൊരു ആക്സെപ്റ്റൻസ് ആണ്. നമ്മളുടെ വിചാരങ്ങൾക്കും നമ്മളുടെ എക്സ്പീരിയൻസിനും കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ഒരു വാലിഡേഷൻ ആണത്. സോ അങ്ങനെ ഉണ്ടാവുമ്പോൾ പലപ്പോഴും BPD അനുഭവിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ആ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാത്തിനെയും അപകടകരമായിട്ട് കാണിക്കുന്ന ചിന്താഗതികളൊക്കെ മാറി വരികയാണ് ചെയ്യുന്നത്. ഒരു സുസ്ഥിരമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആദ്യമായിട്ട് തെറാപ്പിസ്റ്റായിട്ട് ഫോം ആവുകയാണ് ചെയ്യുന്നത്. ഇർവിൻ യാലോം തെറാപ്പിയെ കുറിച്ച് പറയുന്ന ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള വാചകങ്ങളുണ്ട് ഇവിടെ. എല്ലാ സൈക്കോതെറാപ്പിയുടെയും കാതൽ എന്ന് പറയുന്നത് ഒരു പേഷ്യന്റ് തെറാപ്പിസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അത്തരത്തിലുള്ള റിലേഷൻഷിപ്പിലൂടെ അത്തരത്തിൽ അവിടെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന പ്രശ്നങ്ങളും മറ്റും എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സെക്യൂർ സ്പേസിലൂടെ അവര് തങ്ങളെ മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സോ തെറാപ്പിസ്റ്റായിട്ട് നേടിയെടുക്കുന്ന ആ ഒരു സ്ഥിരതയാർന്ന സേഫർ ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബോണ്ട് അവിടെ പഠിച്ചെടുത്തതിന് ശേഷം സ്വന്തം ജീവിതത്തിൽ കൂട്ടുകാരുടെ അടുത്തും പ്രിയപ്പെട്ടവനോ പ്രിയപ്പെട്ടവളുടെ അടുത്തോ മാതാപിതാക്കളുടെ അടുത്തൊക്കെയും അവരത് മിമിക് ചെയ്യാൻ സാധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ സാധിക്കുമ്പോൾ ഇവരെ മനസ്സിലെ തങ്ങളെ ഉപേക്ഷിച്ച് കളയും എന്നുള്ളൊക്കെ പേടി അങ്ങ് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഫിനോമിനോൺ ആണ്. എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു തെറാപ്പിസ്റ്റിന് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാനസിക രോഗാവസ്ഥ, ഇമോഷൻസിനെ മാനേജ് ചെയ്യാനായിട്ട് പൊട്ടിത്തെറിച്ചു പോകുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് ഡീപ്ലി റിലേറ്റ് ചെയ്യാൻ സാധിക്കാത്ത, ആർക്കും എന്നെ ഇഷ്ടമല്ല, ആർക്കും എന്നെ വേണ്ട എന്നൊക്കെയുള്ള ചിന്താഗതിയിലൂടെ മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളൊരു നിങ്ങൾ തെറാപ്പി നേടാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് വിജയകരമായിട്ട് അതിജീവിക്കാനായിട്ട് സാധിക്കും. കേട്ടതിന് എല്ലാവർക്കും നന്ദി. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് അമർത്തുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് വീഡിയോ ഷെയറും ചെയ്യുക. നിങ്ങൾ നമ്മളുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന ലൈക്ക് അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ നൽകുന്ന ആ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുന്നതൊക്കെയാണ് എനിക്ക് ഈ വീഡിയോ ഇനിയും ഉണ്ടാക്കാനായിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത്. അത് എനിക്കുള്ളൊരു വാലിഡേഷനാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു തെളിവാണത്. എനിക്കും ആ വാലിഡേഷൻ ആവശ്യമാണ്. സോ നിങ്ങൾക്ക് അത് വാലിഡേറ്റ് ചെയ്യാനായിട്ട് സെക്യൂർ ആയിട്ടുള്ള സ്പേസ് ആയിട്ട് എൻ്റെ ഈ സംസാരം തോന്നുന്നെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.
നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലോട്ട് വീഡിയോ എത്തിക്കുകയും ചെയ്യുക. കേട്ടതിന് എല്ലാവർക്കും നന്ദി. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.